വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ട് ഫിനിഷ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്റ്റ് ആണ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങളാണ് മെജോറിറ്റി വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. സോ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ക്ലാസ് ഷോർട്ട് നോട്ട്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത് അവൈലബിൾ ആണ്. സോ നല്ല രീതിയിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം അവസാനിപ്പിച്ച് ഹൈ സ്കോറിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള സെക്ഷൻ എ. നമ്പർ 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്. IFRS എന്താണ്? നമ്പർ 2 കണ്ടിൻജന്റ് അസറ്റ് എന്താണ്? പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഡേസ് കവേഴ്സ് റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ. ഡൗൺ പേയ്മെന്റ് ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. ഇൻവെന്ററി ഇൻഡേസ് 2 നോക്കാൻ പറഞ്ഞാണ്. മിനിമം റെന്റ് ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. കൺസൈനർ ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. നെയിം ദ പ്രൈസ് അറ്റ് വിച്ച് ഗുഡ്സ് or services would be sold separately to a customer. Then intangible asset നെ പറ്റിയിട്ട് ഈ 10 ചോദ്യം ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിരുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. Then next step section B, ഫെയർ വാല്യൂ എന്താണ്? ഇൻഡേസ് 16. HP അഗ്രിമെന്റ് പറഞ്ഞിരുന്നതാണ്. ഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ അക്കൗണ്ടിങ് മെത്തേഡ്സ്. ദെൻ ഇമ്പയർമെന്റ് ഓഫ് അസറ്റ് എന്താണ്? റെന്റും റോയൽറ്റി തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരുന്നു. പ്രൊഫോമ ഇൻവോയ്സ് റീപൊസിഷൻ എന്താണ്? അതും പറഞ്ഞിരുന്നതാണ്. ഞാൻ ഇതിൽ എന്തായാലും നോക്കണം എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ പാർട്ട് എയും ബിയും വന്നിട്ടുള്ളൂ. സി ആണെങ്കിലും ഫീച്ചേഴ്സ് ഓഫ് IFRS പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ HP ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം പറഞ്ഞു. ബെനഫിറ്റ്സ് ഓഫ് IFRS കൺവെർജൻസ് അതും വന്നു. ദെൻ പിന്നെ പ്രോബ്ലം HP-യുടെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞ ചോദ്യമാണ്, അത് വന്നു. പിന്നെ ബ്രാഞ്ചിന്റെ പ്രോബ്ലം ആണ് പിന്നത്തെ. ദെൻ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് അതും പറഞ്ഞ ചോദ്യമാണ്, അത് വന്നു. ദെൻ റോയൽറ്റി ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം. പിന്നെ ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റിയുടെ പ്രോബ്ലംസ് നമുക്കിവിടെ 5 എണ്ണം വന്നു. പ്രോബ്ലം കൂടുതൽ വന്നു, തിയറി 3 വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്ന സമയത്ത് ഫസ്റ്റ് ചോദ്യം ഞാൻ തിയറിയിൽ എന്തായാലും പറഞ്ഞതാ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി വാരിയസ് ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റഡ് ബൈ ASB. എന്തായാലും ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്ന IFRSന്റെ. പിന്നെ പ്രോബ്ലം നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചാണ്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത് റോയൽറ്റിയുടെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ അതിനുശേഷം ലാസ്റ്റ് കൺസൈൻമെൻറ്റിൽ നിന്നൊരു ചോദ്യം. ഇപ്പോൾ 2 ചോദ്യങ്ങൾ കിട്ടാൻ ഒരു പാടുമില്ല. ഇപ്പോൾ 28-29 പ്രോബ്ലം ചെയ്യാം. തിയറി എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിലേക്കും പോവാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ള. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. സോ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന എക്സാംസിന് നമ്മൾ എൻറ്റയർ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.